ഹൈ കേസ് ഇതാണ് നല്ല ഒറിജിനൽ താറാവാണ്. കിടാങ്ങറാക്കി എടുത്താണ്. നല്ല തിരുവല്ല തന്നെയാണ്, ചങ്ങനാശ്ശേരി. ഇവിടെ എല്ലാവരും തന്നെ ഫ്രഷായിട്ടുള്ള വളർത്തുന്ന താറാവിനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അവർ ഫ്രഷായിട്ട് തന്നെ അന്നേരം തന്നെ റെഡിയാക്കി കൊടുക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് കുട്ടനാടൻ താറാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു താറാവിനെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നെയ്യാണ്. നന്നായിട്ട് അവർ ഫ്രഷാക്കി തന്നതാണ്. ഇപ്പം ഞാനൊരു 5-6 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതാണ്. ഈ താറാവിന് തന്നെ പീസ് ചെയ്ത് നമുക്ക് തരും. ഇതുകൊണ്ട് അതിനകത്ത് നമുക്ക് ഓയിലൊന്നും കുറച്ച് മതി, ശകലം മതി, കാരണം ഈ നെയ്യുള്ളത് കൊണ്ട്. ഇനി ലേശം ഉപ്പ്. അവർ തന്നെ നമുക്കൊരു മസാല തന്നിട്ടുണ്ട്. ആ മസാല അതിനകത്ത് ചേർത്താൽ മതി. ഞാൻ ഇതിൻ്റെ പുറകിലിട്ട് തരാം. മസാല പൗഡർ, ഇഞ്ചി ഒരു 1/2 ഇഞ്ചി, ഇത്രയും പച്ചമുളക്, ഒരു 2 സവോള. കൂടുതൽ നല്ലത് ഉള്ളിയാണ്. ഉള്ളി ഒരു 10-20 ഉള്ളിയുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പിന്നെ ഉപ്പ്. ഞാനിതിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നു. എന്തായാലും നമുക്കൊരു കടുക് ആവശ്യമാണല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. പല സൈഡിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇടാണം. അതുപോലെ തന്നെ പച്ചമുളക് ഞാനിങ്ങനെ നടുവ് കൂടെ കീറി എടുക്കുള്ളൂ. കുട്ടനാടൻ താറാവിന് പ്രത്യേക ടേസ്റ്റാണല്ലോ. വേപ്പില, സവോള, നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളിയിലാണ് ടേസ്റ്റ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് പെട്ടെന്നൊന്ന് വഴലും. കാരണം മസാലയ്ക്കൊക്കെ ഉപ്പ് കാണാൻ വഴിയുണ്ട്. നോക്കിയിട്ട് നമുക്ക് വഴലും. ചെറിയ തീ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വഴലും. ഇനി നമുക്കൊരു ശകലം മഞ്ഞളൊന്ന് ചേർത്ത് കൊടുക്കാം. കാരണം കഷ്ണത്തിലൊന്ന് പിടിച്ചോട്ടെ. അങ്ങനെ പകുതി ഒരു വഴന്ന് തുടങ്ങി. പ്രത്യേക ടേസ്റ്റാണല്ലോ അവിടുത്തെ കുട്ടനാടൻ താറാവിനൊക്കെ. പിന്നെ ഉള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ എല്ലാം സ്പൈസിയൊക്കെ ഒന്ന് വഴന്ന് നല്ല മണമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനതിലേക്കൊരു 3 സ്പൂൺ നമ്മൾ വെച്ചിരിക്കുന്ന മസാല പൗഡർ ഇടുന്നു. കുരുമുളക് പൊടി 1.5 സ്പൂൺ. ഇതെല്ലാം മിക്സ് ചെയ്യുന്നു. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന താറാവ് ഇതിൽ മിക്സ് ചെയ്യണം നന്നായിട്ട്. ഇപ്പം തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തു. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കൊതിയായെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന്
നല്ല ബോയിലിംഗ് ആയി കഴിഞ്ഞാൽ നമുക്കത് അതൊരു കുക്കറിലേക്ക് ഇത് മാറ്റണം. നമുക്കിത് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കാം. അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചെയ്യണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൽ മാറ്റി ഒരു 5 വിസിൽ മതി. വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഇത് വീണ്ടും തുറന്ന് നോക്കാം. രീതിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് വളർന്ന് ടേസ്റ്റ് മണമായി പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കാം. അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചെയ്യണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൽ മാറ്റി ഒരു 5 വിസിൽ മതി. വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഇത് വീണ്ടും തുറന്ന് നോക്കാം. രീതിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് വളർന്ന് ടേസ്റ്റ് മണമായി പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചെയ്യണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൽ മാറ്റി ഒരു 5 വിസിൽ മതി. വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. ഇത് വീണ്ടും തുറന്ന് നോക്കാം. രീതിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് വളർന്ന് ടേസ്റ്റ് മണമായി പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിന് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നത് 2.5 ഗ്ലാസ് വെള്ളമുണ്ട്. ഇത് 5 വിസിൽ മതി. ഉപ്പൊക്കെ ഉണ്ട്. കാരണം ഞാൻ മസാല പൗഡറിലും ഉണ്ടായിരുന്നു. കുക്കർ വെച്ചടക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് കള്ള് വാങ്ങാൻ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അരി കഴിഞ്ഞ ദിവസം 1.5 നാഴി അരി ഇട്ടതാണ്. അതിൻ്റെ കൂടെ കുതിർത്ത് വെച്ചു. അത് വൈകുന്നേരം അരച്ചതാണ്. തേങ്ങായും ഒരു തേങ്ങ ഒരു പകുതി തേങ്ങ എടുത്തു. ഇതിൻ്റെ കൂടെ ഇട്ടു. പിന്നെ ഒരു ഇച്ചിരി ജീരകവും പിന്നെ ഞാൻ കള്ളൂടെ ചേർത്ത് ശകലം പഞ്ചസാര ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരുന്നതാണ് വൈകുന്നേരം. ഇന്നത് അപ്പത്തിനെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. കാരണം കള്ളൊക്കെ ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുക്കറിലെ വിസിൽ ഒരു 5 കഴിഞ്ഞു. ഞാൻ നിർത്താൻ പോകും. രാവിലെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കും. കള്ള് നമ്മളെടുക്കുന്ന ഇതിൻ്റെ അളവ് അനുസരിച്ച് ഞാനിപ്പോൾ ഇത് 1.5 ഗ്ലാസ് കള്ളാണ് ചേർത്തിരിക്കുന്നത്. ഈ പരുവത്തിലാക്കി രാവിലെ നമുക്ക് അപ്പച്ചിടാം. നല്ല സ്വാദിഷ്ടമായ ഒരെണ്ണമാണ് അപ്പം. ഇന്നിപ്പോൾ സോഫ്റ്റായിട്ട് നല്ലൊരു അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഞാൻ ശകലം പാലൊഴിക്കുന്നുണ്ട്. വേണ്ടിയവർക്ക് പാലൊഴിക്കുക, അല്ലെ മസാല അത് ചേർത്ത പോലെ ഒഴിക്കുക. ഞാനിപ്പം അപ്പത്തിനായതുകൊണ്ട് പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട്.
കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ താറാവ് കറി റെഡി ആയിരിക്കുന്നു. ഇതുപോലെ നിങ്ങളെല്ലാവരും അവിടെ വീട്ടിൽ ഉണ്ടാക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നല്ല സ്വാദിഷ്ടമായ കുട്ടനാടൻ താറാവ് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കണം. അതുപോലെ എൻ്റെ ചാനലുകളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ.